ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ആ വിധി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നല്ല തീരുമാനമാണ്. പക്ഷേ ഇതിനെയും ബ്രൂട്ടലായിട്ട് നടന്ന ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനൊന്നും എതിരെ ഇതുപോലൊരു കേസ് വിധി വന്നിട്ടില്ല. അതെന്താണെന്ന് മാത്രം ഒരു കാരണം ഇതിലും ബ്രൂട്ടലായിട്ട് കൊലപാതകം ചെയ്യപ്പെട്ടിട്ടും വധശിക്ഷ കിട്ടിയിട്ടില്ല. വധശിക്ഷ കിട്ടുന്നതിനോടും നല്ല കുഴപ്പമില്ല. പ്രണയിച്ച് ഇങ്ങനെ വഞ്ചിക്കുന്ന സ്ത്രീകളോട് എന്താ പറയാനുള്ളത്? വഞ്ചിക്കണം എന്നുള്ളവരാണെങ്കിൽ പ്രണയിക്കാൻ പോകരുത് അല്ലേ? അപ്പൊ എന്താ പേര്? ഗ്രീഷ്മ. ഓക്കെ. ഗ്രീഷ്മ ഇപ്പോൾ ഈ പറയുന്ന ഷാരോൺ വധക്കേസിലെ ഗ്രീഷ്മ കിട്ടിയ വധശിക്ഷയെ പൂർണ്ണമായി അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അതുകൊണ്ട് കിട്ടണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ ഈ കേസിലെ വിധിനെ കുറിച്ച്? എന്താ പറയാനുള്ളത്? ഇപ്പൊ ഗ്രീഷ്മ പറഞ്ഞ നിലപാട് ഒക്കെ തന്നെയാണോ? ഇതുപോലെ ചെയ്യണം, ഇല്ലെങ്കിൽ ഒത്തിരി കേസ് ഇതുപോലെ ഇനിയും ഉണ്ടാവും. ഇങ്ങനെ ചെയ്തോണ്ടല്ലേ അവർക്ക് ഇനി ഒരു പേടി ഉണ്ടാവുള്ളൂ. കൊന്നപ്പോൾ ആലോചിക്കണ്ടേ? ഇനിയിപ്പോൾ പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമില്ല. അപ്പോൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെയാണ് ഉചിതം എന്നാണോ പറയുന്നത്? ഓക്കെ. ഇവര് പറഞ്ഞ പോലെ തന്നെ കുറെ കേസുകൾ ഉണ്ട്. ഈയിടെ തന്നെ ആണെങ്കിൽ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെ അമ്മായിമ്മേനെ വെട്ടിക്കൊന്ന ആ ഒരു കേസ്, അത് വധശിക്ഷയാണ് കുറച്ച് ഇളവ് ചെയ്ത ആ പ്രതിക്ക് കൊടുത്തത്. അപ്പൊ അതുപോലൊക്കെ ആൾക്കാരെ കുറയ്ക്കാമെങ്കിൽ ഇത് ഒരാൾക്ക് കൊടുത്തോണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ തുല്യനീതി ആയിരിക്കണം.